ആശുപത്രിയിൽ ട്രാൻസ്പ്ലാന്റ് നടക്കുന്ന ഒരു സ്ഥലം ഇന്ത്യയിൽ കേരളം അല്ലാതെ എവിടെയെങ്കിലും ഉണ്ട്? എല്ലാ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഡയാലിസിസ് ഉണ്ട്. എല്ലാ ജനറൽ ആശുപത്രിയിലും ജില്ലാ ആശുപത്രികളിലും ഇന്ന് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കാത്ത് ലാബ് ഉണ്ട്. എല്ലാ മെഡിക്കൽ കോളേജിലും ഇന്ന് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. See the kind of amazing progress made in the health sector. മാത്രമല്ല സർക്കാർ ആശുപത്രിയിൽ ട്രാൻസ്പ്ലാന്റ് നടക്കുന്ന ഒരു സ്ഥലം ഇന്ത്യയിൽ കേരളം അല്ലാതെ എവിടെയെങ്കിലും ഉണ്ട്? 6 ആണ് ഇൻഫന്റ് മോർട്ടാലിറ്റി. അമേരിക്കയിൽ ഇൻഫന്റ് മോർട്ടാലിറ്റി 7 ആണ്. 2030 കൈവരിക്കേണ്ട SDG ഗോൾസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, ഈ പറഞ്ഞ പല ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിലും ഇതിനകം കൈവരിച്ച ഏക സംസ്ഥാനമാണ് കേരളം. ഇത്രയും മികവൊക്കെയുള്ള കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരൊക്കെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രത്യേകിച്ചും എന്തിനാണ് വിദേശത്ത് ചികിത്സ തേടി പോകുന്നതെന്നാണ്. എന്താണ് അതിനുള്ള നിങ്ങളുടെ മറുപടി? സാധാരണ ജനത്തിന്റെ മനസ്സിൽ വരുന്ന ചോദ്യം, ഇവിടെ ഇത്രയും ലോകോത്തര നിലവാരത്തിലുള്ള ആശുപത്രികൾ സർക്കാർ മേഖലയിൽ തന്നെ ഉണ്ടെങ്കിൽ ഭരണത്തലവനായ മുഖ്യമന്ത്രിക്ക് തന്നെ എന്തിന് ചികിത്സ തേടി വിദേശത്ത് പോകേണ്ടി വരുന്നു? മന്ത്രിമാരടക്കമുള്ളവർ എന്തുകൊണ്ട് സ്വകാര്യ മേഖലയെ ചികിത്സയ്ക്ക് ആശ്രയിക്കുന്നു? പൊതുജന ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ ഫ്രീ ആയി പൊതുജനങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റിയ ആരോഗ്യ മേഖലയായി കേരളത്തിന്റെ ആരോഗ്യ മേഖല കുതിച്ചിരിക്കുന്നു. ഈ മരുന്നുകളെല്ലാം പുറത്തുനിന്നാണോ വാങ്ങുന്നത്? ജിജിന്നാ പേര്? ഓക്കെ. 19 ദിവസമായിട്ട് നിങ്ങൾ പുറത്തുനിന്നാണോ വാങ്ങുന്നത്? ആണ്. നിങ്ങൾക്ക് ഈ ലാബ് ടെസ്റ്റുകളും എല്ലാം പുറത്താണോ ചെയ്യുന്നത്? പുറത്താണ്. അപ്പൊ ഒരു ദിവസം എത്ര രൂപ ചെലവാകുന്നുണ്ട്? ഇവിടെ എന്താ, ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോ അമേരിക്കയിൽ പോയി ചികിത്സിച്ചല്ലോ. ശ്രീ ഉമ്മൻചാണ്ടി നിരവധി തവണ വിദേശത്ത് പോയി ചികിത്സിച്ചല്ലോ. ശ്രീ G കാർത്തികേയൻ വിദേശത്ത് പോയി ചികിത്സിച്ചല്ലോ. അതുപോലെ സുധാകരൻ പ്രസിഡന്റ് കഴിഞ്ഞ 9 വർഷം കൊണ്ടാണ് പൊതുജനാരോഗ്യ സമ്പ്രദായത്തെ ലോകോത്തരമാക്കി മാറ്റിയത്. അങ്ങനെ ലോകോത്തര സംവിധാനം ഇവിടെ ഉള്ളപ്പോൾ മുഖ്യമന്ത്രി വിദേശത്തും മന്ത്രിമാർ സ്വകാര്യ മേഖലയിലും പോകുന്നത് എന്തിനാണ്? ഇപ്പോ അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നടത്തിയ ചികിത്സയുടെ തുടർച്ച എന്ന രൂപത്തിലുള്ള റെഫറൻസ് അതിന് പോകുമ്പോ അത് വലിയ ആക്ഷേപമായിട്ട് എടുക്കുന്നത്. ഇപ്പൊ പ്രധാനമന്ത്രി പോയിട്ടുണ്ടല്ലോ ചികിത്സയുടെ ഭാഗമായിട്ട്. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ അത്തരം സ്ഥാനങ്ങളിൽ അലങ്കരിക്കുന്നവർ ഇങ്ങോട്ട് വിളിച്ച് ഉപദേശം തേടുന്നതെന്നുള്ള അവകാശവാദങ്ങളേ ഇല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലേറിയപ്പോൾ മുതൽ ഏറ്റവും അധികം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആരോഗ്യ മേഖലയിലെ നേട്ടത്തെ കുറിച്ചാണ്. ഇപ്പോഴും ഇന്നും കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ ഒരു സ്ത്രീ മരിച്ചതിന് ശേഷം പോലും നിങ്ങളുടെ നേതാക്കൾ അക്കമിട്ട് നിർത്തി പറയുകയാണ് ലോകോത്തരമാക്കി. അപ്പോൾ സ്വാഭാവികമായും ജനം തിരിച്ചു ചോദിക്കും, എന്തിനാണ് ഈ ലോകോത്തര സംവിധാനം ഉള്ളിടത്തെന്ന് മുഖ്യമന്ത്രി ഇത്രയും പണം പൊതുഖജനാവിൽ നിന്ന് മുടക്കി അമേരിക്കയിൽ പോകുന്നതെന്ന്? മന്ത്രിമാരടക്കമുള്ളവർ സ്വകാര്യ മേഖലയിൽ, ശ്രീ അരുൺകുമാറിന് പറയാൻ കഴിയുമോ ഇപ്പോൾ ക്യാബിനറ്റിലുള്ള മന്ത്രിമാരടക്കം സ്വകാര്യ മേഖലയിൽ നല്ല ചികിത്സ തേടുന്നതെന്ന്? കേരളത്തിലെ മെഡിക്കൽ കോളേജിലെ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ വിവരങ്ങളെ കുറിച്ച് ആർക്കും സംശയമോ തർക്കമോ ഒന്നുമില്ല. പക്ഷേ ഈ ഡോക്ടർമാരെ വിശ്വാസത്തിലെടുക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരടക്കമുള്ളവർ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ജനം സ്വാഭാവികമായും ചോദിക്കും, പാവപ്പെട്ട മനുഷ്യന് സർജറി നടത്താൻ ഉപകരണം വാങ്ങാൻ സർക്കാരിന് പൈസയില്ല, മുഖ്യമന്ത്രിക്ക് വിദേശത്ത് പോയി ചികിത്സ നടത്താൻ പണമുണ്ട്.